ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ രൂപ്സ്. അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത്. ഒരു വെജിറ്റബിൾ കട്ട്ലറ്റാണ്. വെജിറ്റബിൾ കട്ട്ലറ്റ് എന്ന് പറയാൻ പറ്റില്ല, മുട്ട ചേർക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുട്ടയിൽ മുക്കി പൊരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ്, അപ്പോൾ ഒരുപാട് പേരത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിന്ന് റീ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കുന്നില്ല. നല്ലൊരു സ്മെല്ല് വരുമ്പം തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള ചേർക്കുകയാണ്. സവാളയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്നും ഞാൻ വഴറ്റുന്നില്ല. ഒരു ട്രാൻസ്പെറൻ്റ് ആയി മാറുന്നവരെ മാത്രമേ ഞാൻ സവാള വഴറ്റുന്നുള്ളൂ. നമ്മൾ കട്ട്ലറ്റൊക്കെ കഴിക്കുമ്പം സവാളയൊക്കെ ഇടയ്ക്ക് കടിക്കുന്നത് ഒരു ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് ചേർത്തത് കാരണം നമുക്കിതൊന്ന് ചെറുതായി വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയും ഇഞ്ചിയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ എരിവിന് പാകത്തിന് കുറച്ച് കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, അത്യാവശ്യം നല്ലോണം ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ചെറുതായി മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടത് കാരണം പെട്ടെന്ന് തന്നെ ആവി കയറി വെന്തോളും. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലെ കട്ടകളൊക്കെ ഉടച്ച്, കൈ ഉപയോഗിച്ച് തന്നെ ഞാൻ കട്ടകളൊക്കെ ഉടച്ച് നല്ല സ്മൂത്താക്കി എടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിലെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, പച്ചമുളക്, ഇഞ്ചി ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാൻ ചൂടോടെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ചൂടുള്ളത് കാരണം തന്നെ ഞാൻ തവി ഉപയോഗിച്ചാണ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ്, അതായത് സാധാ നമ്മുടെ മിൽക്ക് ബ്രെഡ് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടിലെ വെള്ളത്തിൻ്റെ അംശത്തിന് അനുസരിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർക്കാം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ഞാനൊക്കെ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. കാരണം നമ്മൾ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമ്മുടെ കൈയുടെ അടിയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് നൈസായിട്ടല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടുമല്ല. നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിത് പരത്തിയെടുക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ ബീട്രൂട്ട് ചേർക്കാറില്ല. അതുപോലെ ഗ്രീൻ പീസ് ചേർക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കാറുള്ളൂ പൊതുവേ. ഞാൻ മഞ്ഞ കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റ്, നമ്മൾ പരത്തി വെച്ച ഓരോ കട്ട്ലറ്റും എടുത്ത്
മുട്ടയിലേക്ക് ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. നല്ല രീതിയിൽ അതിൻ്റെ എല്ലാ വശത്തും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ നമുക്കിതുപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള എല്ലാ പീസസും ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. നല്ല രീതിയിൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പേ എങ്കിലും നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ കട്ട്ലറ്റിൻ്റെ പീസസ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ പാത്രം വെച്ച് നിറയെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 or 3 ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. കരിഞ്ഞൊന്നും പോവില്ല, പേടിക്കണ്ട. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. തീരെ കുറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. എണ്ണയൊക്കെ നല്ല രീതിയിൽ പോയതിന് ശേഷം അതിൽ നിന്നും എടുത്ത് മാറ്റി വെക്കാം. കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിൽ ഒഴിക്കണ്ടെന്ന് കരുതിയാണ് ചെറിയ പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കുറച്ചധികം ഓയിൽ ഒഴിച്ച് വലിയ പാത്രത്തിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് 2 or 3 ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഞാൻ എല്ലാ കട്ട്ലറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിലെ കൂട്ടൊക്കെ നമ്മൾ ഓൾറെഡി വേവിച്ചത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പുറമേ ഒന്ന് ക്രിസ്പി ആയാൽ മാത്രം മതി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചായപലഹാരം തന്നെയാണ് കട്ട്ലറ്റ്. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഒന്നെടുത്ത് മുറിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പി ആണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. പിന്നെ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ കുക്കായതുമാണ്. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ കട്ട്ലറ്റൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് രൂപ്സ്.